ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ മൂ ഹൈസ്കൂളിൽ നിന്നും പാസ്സായി. ക്യാങ് അവന് പ്രോമിസ് കൊടുത്തതുപോലെ തന്നെ മൂന്ന് ശരിക്കും കിസ് ചെയ്യുകയാണ്. ആദ്യമായി കിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും നല്ല ടെൻഷൻ ഉണ്ട്. എന്നിട്ട് ക്യാങ് ചോദിക്കുന്നുണ്ട് മൂന്ന് അടുത്ത പ്ലാനിങ്സ് എന്താണെന്ന്. മൂ പറയാണ് എത്രയും പെട്ടെന്ന് ഐഡൽ ആവണം, എന്നിട്ട് എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കണം, എന്നിട്ട് വേണം നീയുമായിട്ടുള്ള കല്യാണം നടത്താൻ, എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. ഡാ മണ്ട, നിനക്ക് എപ്പോഴും ഇത് മാത്രമേ ചിന്തിക്കാനുള്ളൂ? ഞാൻ ചോദിച്ചതേ ആ പ്ലാനിങ്സിന്റെ കാര്യമല്ല. നിന്റെ ഹൈസ്കൂൾ കഴിഞ്ഞല്ലോ, ഇനി നീ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നേ, ഏത് സബ് എടുക്കുന്നേ? പക്ഷെ മൂന്നാണെങ്കിൽ ആ ചോദ്യത്തിനൊന്നും ഒരു ഉത്തരം പോലും ഉണ്ടാവില്ല. എന്നിട്ട് പറയുന്നുണ്ട് ക്യാങ് ഇനി എപ്പോഴും മൂന്റെ കൂടെ തന്നെ ഉണ്ടാവൂലോ. ക്യാങ്ങും ബാങ്കോക്കിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് തന്നെ മൂന്റെ എല്ലാ കാര്യങ്ങളും ക്യാങ് തന്നെ നോക്കണം, മൂന്റെ പേഴ്സണൽ മാനേജർ ആവണമെന്ന്. ക്യാങ്ങും അതിന് ഓക്കെ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയിട്ട് അവന്റെ ഷർട്ടിൽ യോസ് എഴുതി കൊടുത്തത് നോക്കുകയാണ്. ഒരു ഫ്രണ്ടിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് അവൻ വീണ്ടും വീണ്ടും നോക്കുന്നത്. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ തേക്ക് അത് ഒട്ടും വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് യോസിനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ പ്രാങ്ക് ചെയ്യാണോന്ന്. ആ സമയത്ത് യോസ് പറയുന്നുണ്ട് ഇത് ഞാൻ നിന്നെ പറ്റിക്കാനായിട്ട് എഴുതിയതല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നോടുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാണ് പ്രണയമായി മാറിയതെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ഞാൻ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ തേക്കാണെങ്കിൽ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവൻ വേഗം തന്നെ ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അവൻ തനിയെ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു വെറുപ്പൂല, പക്ഷേ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ നിന്നെ എന്റെ ഫ്രണ്ടായി മാത്രമാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം യോസ് തേനെ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴാണ് അവര് ഓഡീഷനിൽ പോയിട്ട് സെലക്ട് ആയ ആ കമ്പനിയിൽ നിന്നും മെസ്സേജ് വരുന്നത്. അവർക്ക് ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ഓഡീഷനിൽ നിന്നും 10 പേരെയാണ് ഇതുവരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 10 പേരും ബാങ്കോക്കിൽ നടക്കുന്ന ട്രെയിനിങ്ങിൽ ഉറപ്പായിട്ടും പങ്കെടുക്കണം. ട്രെയിനിങ്ങിന് ശേഷമാണ് ഫൈനൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നൊക്കെയാണ് മെസ്സേജ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ബാങ്കോക്കിലേക്ക് പോകാനായിട്ട് അവർ 3 പേരും റെഡി ആവുകയാണ്. അവിടെ മൂവും ക്യാങ്ങും ബാങ്കോക്കിലേക്ക് പോകാനായി റെഡിയായി നിൽക്കുകയാണ്. മൂ നെത്തിന് മുമ്പിലെ കുറെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവരെ പിക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഷോൺ ആണ്. ഷോൺ മൂന്റെ കസിൻ ആണെന്ന് ക്യാങ്ങിന് അറിയത്തില്ല. അവൻ ആകെ ഷോക്കായി നിൽക്കുന്നത് കാണുമ്പോൾ മൂ പറയുന്നുണ്ട് ക്യാങ്, ഷോൺ എന്റെ കസിൻ ആണ്. ഷോണിനും നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇനി നീ പേടിക്കണ്ട, ഞാൻ ഷോണിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരും ബോയ് ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞപ്പോൾ ഷോൺ തന്നെ അവന്റെ ഫീലിങ്സ് ഒക്കെ വേണ്ടാന്ന് വെച്ചു. ഷോണും പറയുന്നുണ്ട് ക്യാങ് ഇനി മറ്റൊന്നിനെ കുറിച്ചിട്ടും പേടിക്കണ്ട, ഷോണിന് ക്യാങ്ങിനോട് ഇപ്പോ ഒരു ഫീലിങ്സും ഇല്ലാന്ന്. അങ്ങനെ അവര് 3 പേരും കൂടി ബാങ്കോക്കിലേക്ക് പോവുകയാണ്. മൂന്റെ ഫ്ലാറ്റിലാണ് ക്യാങ്ങും മൂവും താമസിക്കാനായിട്ട് പോകുന്നത്. അവിടേക്ക് മൂന്റെ അമ്മയും വന്നിട്ടുണ്ട്. മൂ ക്യാങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അമ്മ, ഇതെന്റെ പേഴ്സണൽ മാനേജർ ആണ്, എന്റെ പേഴ്സണൽ ഷെഫാണ്, പിന്നെ എന്റെ ബോയ് ഫ്രണ്ട് ആണ്. ക്യാങ്ങും മൂവും ബോയ് ഫ്രണ്ട് ആയിരിക്കുന്നതിന് മൂന്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് അവനോട് നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്റെ അമ്മയും ഷോണും കൂടെ തിരികെ പോകാനായിട്ട് നിൽക്കുകയാണ്. പോകുന്ന വഴി മൂന്റെ അമ്മ ഷോണിനോട് പറയുന്നുണ്ട് ക്യാങ്ങും മൂവും റിലേഷനിലായിരിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. ക്യാങ് അവന്റെ ലൈഫിലേക്ക് വന്നതിനു ശേഷമാണ് അവന് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. ക്യാങ് കാരണം തന്നെയാണ് അവന്റെ ആഗ്രഹങ്ങളും അവൻ നടത്തിയെടുത്തത്. ഒരു ഐഡൽ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ റിലേഷൻ ഒരു സീക്രട്ട് ആയി വെക്കണം. ഞാൻ പറയുകയാണെങ്കിൽ അവനത് കേൾക്കാൻ പോകുന്നില്ല, നീ തന്നെ പറയണം എന്നൊക്കെ ഷോണിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ക്യാങ്ങിന് അവന് ഫ്ലാറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൺ അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മൂനോട് തനിയെ സംസാരിക്കുന്നുണ്ട്. മൂന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ മൂനാണെങ്കിൽ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. രാത്രിയാകുമ്പോൾ മൂനോട് ബെഡിൽ കിടക്കാനും ക്യാങ് സോഫയിൽ കിടക്കാനും പറയുന്നുണ്ട്. പക്ഷെ മൂവാണെങ്കിൽ ക്യാങ്ങിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വരികയാണ്. അവന് ഉറക്കം വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ക്യാങ്ങിന്റെ കൂടെ മൂവി കാണുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടും അവൻ ബെഡിലേക്ക് പോകുന്നില്ല. അവന് ക്യാങ്ങിന്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും കൂടെ ആ സോഫയിൽ കിടന്നുറങ്ങുകയാണ്.
അടുത്ത ദിവസമാകുമ്പോൾ കാങ് മൂന്ന് വേണ്ടിയിട്ട് കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1 മാസത്തെ ട്രെയിനിങ്ങിനായിട്ട് തേയും യോസും ബാങ്കോക്കിലേക്ക് എത്തുന്നുണ്ട്. യോസ് ആണെങ്കിൽ തേയിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇടുന്നുണ്ട്. തേ യോസിനോട് നമുക്ക് പണ്ടത്തെ പോലെ ഫ്രണ്ട്സ് ആയിരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ യോസ് പറയുന്നുണ്ട്, ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാൻ ഞാൻ എന്റെ മാക്സിമം നോക്കാം. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഫ്രണ്ട് എന്ന ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നീ അപ്പോ തന്നെ എന്നോട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ യോസിന് തന്നോട് പണ്ടത്തെ പോലെ പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും അവൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ട്രെയിനിങ് നടത്തുന്ന സ്ഥലത്ത് എത്തുമ്പോൾ തേ പറയാണ്, സോറിടാ, ഇത്രയും സമയം ഞാൻ നിന്റെ തോളിൽ കിടന്നുറങ്ങിയില്ലേ? നിന്റെ തോള് ഉറപ്പായിട്ട് നല്ലോണം വേദനിക്കുന്നുണ്ടാകും. ഞാൻ നിനക്ക് മസാജ് ചെയ്തു തരാം എന്നൊക്കെ പറയുമ്പോഴേക്കും അവന് വേദനയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് യോസ് പോവുകയാണ്. തേ തനിയെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, ഞങ്ങൾ തമ്മിൽ വേറെ ഒരു ഫീലിങ്സും ഇല്ലാന്ന്. ആ സമയത്ത് അങ്ങോട്ട് മൂവും കാങ്ങും വരുന്നുണ്ട്. മൂവിനെ അവിടെ ആക്കിയിട്ട് കാങ് തിരികെ പോകാൻ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഹഗ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഡ്യൂസറും ജാങ്ങും കാണുന്നുണ്ട്. കാങ് തിരികെ പോകുമ്പോൾ ജാങ് കാങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാങ്ങും മൂവും ക്ലോസ് ആണോന്ന്. കാങ് അതേന്ന് പറയുമ്പോൾ ജാങ് പറയുകയാണ്, നിങ്ങൾ എത്ര ക്ലോസ് ആയാലും ഹഗ് ചെയ്യുമ്പോഴൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. മൂ ചിലപ്പോൾ ഒരു ഐഡലായി മാറിയേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മറ്റാരെങ്കിലും കാണുകയാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും. അത് മൂനെ ബാധിക്കുകയും ചെയ്യും എന്നൊക്കെ കാങ്ങിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ട്രെയിനിങ്ങിലേക്ക് കടക്കുകയാണ്. ജാങ്ങും പ്രൊഡ്യൂസറും അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരിപ്പോൾ ആകെ 10 പേരാണ് ഉള്ളത്. ഈ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും അവരിൽ 3-4 പേരെ മാത്രമാണ് സെലക്ട് ചെയ്യുള്ളൂ. എന്നിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഷോണും കാങ്ങിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കാങ്ങും മൂവും ഒരുമിച്ചുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ആക്കണം. മൂ പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് അവന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാങ്ങിന് അത് മനസ്സിലാകുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ ഒരു സീക്രട്ട് ആയി വെക്കാന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ട്രെയിനിങ് ക്ലാസുകൾ തുടങ്ങുകയാണ്. ഓരോ ക്ലാസ്സിലും അവർക്ക് ഗ്രേഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. മൂന്നും യോസിനും നല്ല ഗ്രേഡ് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ തേന്റെ ഗ്രേഡ് കുറച്ചു കുറവാണ്. യോസ് തേനെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് തേക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് തേയും കൂടി തിരികെ പോകുമ്പോഴാണ് ഒരു ചെക്കൻ മൂനെ വന്ന് തട്ടിയിട്ട് പോകുന്നത്. നിനക്കെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഡാ മൂ, നിന്റെ അമ്മയും ഒരു പ്രൊഡ്യൂസർ അല്ലേ? നിനക്ക് കഴിവുണ്ടായിട്ടല്ല നിനക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അമ്മയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് നിനക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ തേക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവർ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൂ അവനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ ആ ചെക്കൻ പോയി കഴിയുമ്പോൾ മൂ പറയുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത് തേ? നിനക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കൂടാതെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തേ പറയാണ്, ആ യോസ് എന്നെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. അവനിപ്പോൾ ആകെ സംസാരിക്കുന്നത് ആ ജാങ്ങിനോട് മാത്ര. ജാങ്ങും അവനും ഇപ്പോൾ ഒരുപാട് ക്ലോസാ. എന്നേക്കാൾ ക്ലോസ് ആണ് ജാങ്ങുമായിട്ട്. എനിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മൂ പറയാണ്, നിനക്ക് അവനോട് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രാണോ അതോ അതിനേക്കാൾ കൂടുതൽ ഫീലിങ്സ് ഉണ്ടോ? അതിന് തേ പറയുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കാനാ? ഞാനും അവനും ഒരുപാട് കാലങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറൊരു ഫീലിങ്സും ഇല്ല. പക്ഷെ മൂ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നേ. നീ എന്തായാലും നിന്റെ ഫീലിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചിലപ്പോ നിങ്ങൾ വെറും ഫ്രണ്ട്സ് ആയിരിക്കാം. ചിലപ്പോ നിനക്ക് അവനോട് ഒരു ഫ്രണ്ടിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകും. അത് മനസ്സിലാക്കാനായിട്ട് ഫ്രണ്ട്സ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതായത് നീ അവനെ കിസ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ തേ ഓക്കെ പറയുന്നുണ്ട്. അവന്റെ ഫീലിങ്സ് എന്താണെന്ന് അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണല്ലോ. അവരിപ്പോൾ ബാങ്കോക്കിലേക്കാണല്ലോ ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. ബാങ്കോക്കിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. എല്ലാ ദിവസവും പോയി വരാന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജാങ് അവർക്ക് വേണ്ടിയിട്ട് ഒരു റൂം സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. തേയും യോസും ഒരു റൂമിലാണ് നിൽക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് എത്തുമ്പോൾ
യോസിനോട് അവനുള്ള ബെഡ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. യോസ് ബെഡിലേക്ക് കയറുമ്പോഴേക്കും അവൻ വീഴാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കുമാണ് അവനെ പിടിക്കുന്നതും അവർ രണ്ടുപേരും കൂടെ ബെഡിലേക്ക് വീഴുന്നതും. അവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയിട്ട് പരസ്പരം നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. മൂ ഇപ്പോ നല്ല വിഷമത്തിലാണ്. അതിന് കാരണം കാങ് തിരികെ നാട്ടിലേക്ക് പോവാണ്. കാങ് ഒരുപാട് ദിവസമായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. അവന് അവന്റെ ഹോട്ടലിന്റെ കാര്യവും നോക്കണം. അങ്ങനെ അവൻ തിരികെ പോവുകയാണ്. അതിനു മുന്നേ മൂനോട് പറയുന്നുണ്ട് കാങ്ങും മൂവും ഒരുമിച്ചുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് മൂന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ മൂവാണെങ്കിൽ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ റെഡി ആകുന്നില്ല. കാങ് ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും മൂ ഒട്ടും സമ്മതിക്കുന്നില്ല. അങ്ങനെ കാങ് പോയി കഴിയുമ്പോൾ മൂ ഷോണിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഷോണും കാങ്ങും സംസാരിച്ചതിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഷോണാണല്ലോ കാങ്ങിനോട് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ കാങ് മൂനോടും ആവശ്യപ്പെട്ടത്. അതിനെല്ലാം ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഷോണ് പറയുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് മൂന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. മൂ പോപ്പുലർ ആയി കഴിയുമ്പോൾ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ കാങ്ങും മൂവും റിലേഷനിലാണെന്ന് ആരെയും അറിയിക്കരുതെന്നും പറയുന്നുണ്ട്. പക്ഷെ മൂവാണെങ്കിലോ വീട്ടിലെത്തി ഉടനെ തന്നെ അവർ തമ്മിലുള്ള ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ റിലേഷൻ ഈ ലോകം മുഴുവൻ അറിയിക്കാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത്. കാങ്ങും ആ വീഡിയോ കാണുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ മൂനെ വിളിക്കുകയാണ്. നീ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് മൂനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നമ്മുടെ റിലേഷൻ ഞാൻ എന്തിനു മറച്ചു വെക്കണം? നീ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഈ ലോകം മുഴുവൻ അറിയണം. എനിക്കതിന് ഒരു കുഴപ്പമില്ല. നീ എന്റെ ബോയ് ഫ്രണ്ട് ആയതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കാങ്ങിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരുപാട് പ്രാവശ്യം വളരെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കാങ് തന്നെ വന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലാതെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. മൂവിന്റെയും കാങ്ങിന്റെയും റിലേഷൻ ഇനി എങ്ങനെയാകും, യോസും സെറ്റ് ആവോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.